മതശിഖണ്ഡി ശിഖണ്ഡവിഭൂഷിതം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലഭഞ്ജിതം വിജയതാം മമ വാങ്മയ ജീവിതം. ശ്രീഹരേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അങ്ങനെ ദാരുകന്റെ ഓരോരക്ഷരം അശനിവാദമായി അവരിൽ പതിച്ചു എന്ന് പറയണം. ദാരുകൻ പോയതോടെ കേശവൻ യോഗസ്ഥിരനായി. പൂർണ്ണ ലയനത്തിനുള്ള സമയമായി. ഭൗതിക ജീവിതം ഉപേക്ഷിക്കുവാനുള്ള മുഹൂർത്തം അടുത്തു. ആദ്യന്തരഹിതനായ പൂർണ്ണപൂമാൻ ഇന്ദീവരനയനൻ ഇമയിലൊതുക്കി ഇന്ദീവര നയനങ്ങൾ കണ്ണിലൊതുക്കി നിഷ്ഠയിലിരുന്നു. ഭൗതിക രൂപത്തിൽ 106 കൊല്ലം ജീവിച്ച കൃഷ്ണൻ ലോകം വെടിയുകയാണ്. ഭൂമിയിൽ ഒരിക്കലും ഇനി ഉണ്ടാവാത്ത ഒരു ശുദ്ധ സത്യത്തിന് കാലം സാക്ഷിയാകുവാൻ പോകുന്നു. പെട്ടെന്ന് ഇവിടെ നിന്നോ കൃഷ്ണന്റെ പ്രിയപ്പെട്ട കാലികൾ എത്തിച്ചേർന്നു. അവയുടെ കണ്ണുകളും മാർദ്രങ്ങളായിരുന്നു. കാലികൾ കണ്ണന് ചുറ്റും കാതര നയനങ്ങളോടെ കാവൽ നിന്നു. ഞങ്ങളുടെ തമ്പുരാനെ ഒന്നും പറ്റരുതേ, നമ്മുടെ തമ്പുരാൻ എന്ത് പറ്റിയെന്നുള്ള വേവലാതിയോടെ പശുക്കൾ ഭഗവാന് കാവൽ നിന്നു എന്ന് പറയണു. പ്രകൃതിയിലെ ജീവജാലങ്ങൾ കേശവന് ചുറ്റും നിരന്നു. ഈ സമയത്ത് മാധവന്റെ ഗരുഡാങ്കിതമായ രഥവും വെള്ളക്കുതിരകളും ശാർഗവും പെട്ടെന്ന് ഉയർന്ന് അനന്തതയിൽ മറിഞ്ഞു. ഓരോന്നോരോന്നായിട്ട് പോവുകയാണ്. ഭൗതികതയ്ക്ക് ബലം നൽകിയിരുന്ന ഓരോ ശക്തിയും മറഞ്ഞു. കേശവന്റെ ശിരസ്സിന് പിന്നിൽ സുദർശനം അത്ഭുതപ്രഭ ചൊരിഞ്ഞു നിന്നു. സൂര്യൻ മധ്യാഹ്നത്തിൽ എത്തിയിട്ടില്ല. കറുത്ത സൂര്യൻ നിസ്തേജനായി നിന്നു. പ്രകൃതി മരിച്ച വീട് പോലെ തന്നെ. പ്രകൃതി എങ്ങനെയാണ്? ഒരു മരിച്ച വീട് പോലെ. കേശവൻ പ്രാണായാമം ചെയ്ത് മൂലാധാരത്തിൽ നിന്നും പ്രാണാഗ്നിയെ ജ്വലിപ്പിക്കുവാൻ തുടങ്ങി. അതോടെ കേശവന് ചുറ്റും അഭൗമ ഒരു ജ്വാല ഉയർന്നു. ഊർജാഗ്നി സുഷുമ്നാനാഡിയിലൂടെ കടന്നു മുന്നേറി. കേശവന്റെ രോമകൂപങ്ങളിൽ നിന്നും അഗ്നിപ്പുരികൾ ചിതറുവാൻ തുടങ്ങി. പെട്ടെന്ന് അഗ്നിനാക്കുകൾ ഒന്നു ചേർന്നു തീഷ്ണമായ ഒരു പ്രഭാപുഞ്ചം കേശവനെ പൊതിഞ്ഞു നിന്നു. പശുക്കൾ ഇതൊക്കെ കാണണ്ടേ ഗുരുവായൂരപ്പ? സപ്തർഷികളും അഷ്ടൈശ്വര്യങ്ങളും ചതുർവേദങ്ങളും ഗുണത്രയും പരിപാവനമായ എല്ലാ സത്യങ്ങളും കാവൽ നിൽക്കെ മാധവൻ ശരീരം രണ്ടായി പിളർന്നു ഇന്ദ്രനീല പ്രഭ തൊളുമ്പുമാറ് അഗ്നി കത്തി നിന്നു. അഭവവും അപരിമേയവും അവിഛിന്നവും അചിന്യവും അവികാരവും അനിർവചനീയവും ആദിരൂപസ്വരൂപവും അവികലവുമായ ഗോപാലരൂപൻ പൂർണ്ണപ്രഭനായി നിന്നു. പ്രകൃതി വച്ചാനിച്ചു. ഭൂമി കരംകൂപ്പി നിന്നു. കനത്ത മഞ്ഞ് ഭൂമിയെ പൊതിഞ്ഞു. കറുകനാമ്പിൻ തുമ്പിൽ തുറ്റിട്ടുന്ന തുഷാര ബിന്ദുക്കളാൽ ഭൂമിദേവി അശ്രുപൂജ നടത്തി. ഭഗവാന് ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി. ദ്വൈതമായ കേശവ കളേബരത്തിൽ നിന്നും പൂർണ്ണ ജ്യോതിസുയർന്നു. മന്ദം മന്ദം മാധവന്റെ ഭൗതിക രൂപം യോഗത്തിയിൽ അമർന്നു. വൃന്ദാവനത്തിലെ യമുനാതടത്തിൽ പുഞ്ചിരിക്കുന്ന പഞ്ചാര മണൽപ്പുറത്ത് ഗോപികമാരുടെ തോഴനായി ഗോക്കളമേച്ചും വേണൂതിയും ഭൂമിയുടെ ഹൃദയത്തെ കുളിർപ്പിച്ച കടലൊളിവർണ്ണൻ, കായാമ്പൂവർണ്ണൻ, മദനമോഹനൻ, പാവനപൂർണമായ സൗര കളേബരത്തെ പൂർണ്ണ യോഗാഗ്നിയിൽ ചന്ദനലത പോലെ അർപ്പിച്ച് അനവദ്യഭാവം തേടി. മൃദുഹേമേഷ്ഠി പോലെയുള്ള മാധവ ശരീരം അവശിഷ്ടമില്ലാതെ പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു ചേർന്നതോടെ ജ്യോതിസായ ആത്മാവ് മാത്രം നിന്നു. സാധാരണ നയനങ്ങൾക്ക് ദുഷ്പ്രേക്ഷമായ അഭൗമധാര അഖില ബ്രഹ്മാണ്ടങ്ങളെയും വെളുവെളേ തെളിപ്പിക്കുവാൻ പോന്ന അപരിമേയവും അചിന്യവുമായ പ്രകാശപൂരം. ത്രിമൂർത്തികൾ ദേവികളുമായി ഈ രംഗത്തിന് സാക്ഷ്യം വഹിച്ചു. ദേവകളോ പരിപാവനമായ പാരിജാത മലരുകൾ തൂകി ഈ രംഗത്തെ സാന്ദ്രമാക്കി. സാഗരത്തിന്റെ ശ്രദ്ധ ഗീരുക്കൾ മന്ത്രമായ രംഗത്ത് ഊർജ്ജമായി നിന്നു. പ്രകൃതി ലളിത കുസുമങ്ങളാൽ ഗോകുലനാഥന്റെ ലയനത്തിന് സാക്ഷ്യം വഹിച്ചു. മാമലകൾ ഹൃദയതടങ്ങളാൽ രംഗത്തിന് മുഖസാക്ഷികളായി. പവിത്ര നദികൾ ഭൂമിയുടെ അന്തരിന്ദ്രിയങ്ങളായി ഈ വിശുദ്ധ രംഗം കണ്ടു നിന്നു. സപ്തർഷികൾ പഞ്ചാക്ഷരിയിൽ പരിപാവന രംഗത്തിന് തപശക്തി കൊടുത്തു. നാരദൻ കേശവനാമം പാടി ലളിത നൃത്തം നടത്തി. കിംപുരുഷന്മാർ ദേവഗാനം ആലപിച്ചു. മഹാവിഷ്ണു പറഞ്ഞു, അല്പനിമിഷങ്ങൾക്കകം പൂർണ്ണലയനം നടക്കും. പ്രപഞ്ചത്തിലെ സർവ്വജീവാത്മാക്കളും ഒരു മുഹൂർത്ത നേരം നിശ്ചലമാകും.
യഥാർത്ഥത്തിൽ നിശ്ചലത തന്നെയാണത്. ആ പരമപവിത്ര നിമിഷത്തിൽ ഗോകുലനാഥന്റെ പൂർണ്ണതയുടെ പൂർണ്ണമായ ആത്മാവ് ഉയരും. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെയും ദീപ്തമാക്കി ഗോലോകത്തിലേക്ക് ഗമിക്കും. ആ സഞ്ചാരം ദേവാക്ഷികൾക്ക് പോലും അപ്രാപ്യമായിരിക്കും. ദേവന്മാർക്ക് പോലും ആ യാത്ര കാണാൻ പറ്റൂല എന്നാ പറഞ്ഞത്. ഒരു നിമിഷം കഴിഞ്ഞ് വിഷ്ണു തുടർന്നു. ഗോകുലനാഥൻ അന്തർധാനം ചെയ്യുന്നതോടെ കലിയുഗം ആരംഭിക്കുകയായി. പൊടുന്നനെ സർവഭൂതങ്ങളും കാണുനേരം നിശ്ചലമായി. പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും ഒരു കേന്ദ്രത്തിലേക്ക് ഒഴുകി 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 വന്നു. ഇപ്പോൾ ഗോകുലനാഥൻ മാത്രം. പ്രകൃതി നിശേഷം നിശ്ചലമായ മുഹൂർത്തം. ഊർജത്തിനുത്ഭവമായ ചലനം. ഒരു നിമിഷം നിന്നപ്പോൾ പിണ്ഡീഭൂതമായ സർവചരാചരങ്ങളും ഗോകുലനാഥനിലേക്ക് എത്തി. ദേവകൾക്ക് പോലും അദൃഷ്ടവും ദുഷ്പ്രേക്ഷവുമായ കാഴ്ച. ഗോകുലനായകൻ എല്ലാവരും നോക്കി നിൽക്കവേ ഒരു തങ്കരേഖ പോലെ ഉയർന്നുയർന്നുയർന്നുയർന്നു. ആകാശത്തിലെ മേഘവാതിലുകൾ തുറന്നു. ജ്യോതിസ് അനന്തതയിൽ ലയിച്ചു. വീണ്ടും പ്രപഞ്ചത്തിന്റെ മഹാചലനം ആരംഭിക്കുകയായി. പ്രഭാസത്തിൽ നടന്ന സംഭവങ്ങൾക്ക് കിടിലത്തോടെയാണ് ദ്വാരകയിലെ ശേഷിക്കുന്ന ജനങ്ങൾ അറിഞ്ഞത്. കേശവന്റെ തിരോധാന കഥ കൂടി ആയപ്പോൾ അവരുടെ ആശകൾ പൂർണ്ണമായി തകർന്നു. ഗാന്ധാരിയുടെ ശാപം ഫലിച്ചിരിക്കുന്നു. ദ്വാരകയുടെ നാശം അനിവാര്യം തന്നെ. വസുദേവരും ഗർഗാചാര്യനും ദ്വാരകാവാസികളോട് പറഞ്ഞു, വേഗം പുറപ്പെടുക, ഇനി നിൽക്കുന്നത് ആപത്താണ്. ദാരുകൻ ഉറച്ച സ്വരത്തിൽ പിന്നെയും പറഞ്ഞു, ഗോകുലനായകൻ ഇപ്പോൾ അന്തർധാനം ചെയ്തിരിക്കും. കടൽ ക്ഷോഭിച്ചിളകുന്നത് കണ്ടോ? ദ്വാരകയുടെ ചലനം എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രമേ ഇനി ദ്വാരക ഉണ്ടായിരിക്കുകയുള്ളൂ. എല്ലാവരും വൻകരയിലേക്ക് മാറുക. അർജുന, കേശവപത്നിമാർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നയിക്കുക. യാദവ സ്ത്രീകളെയും കൊണ്ടുപോകുക. ദാരുകൻ രുക്മിണിയുടെ കൊട്ടാരത്തിലെത്തി. കേശവന്റെ 8 പത്നിമാരും അവിടെ ഉണ്ടായിരുന്നു. ഉദ്ധവനിൽ നിന്നും എല്ലാം അവർ അറിഞ്ഞിരുന്നു. കേശവപത്നിമാർ കരഞ്ഞില്ല. വിഷാദം മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും ദൃഢനിശ്ചയത്തിന്റെ വചനമായിരുന്നു അവർക്ക്. ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ചു, വരചന്ദനക്കുറി മാത്രം അണിഞ്ഞ്, ആഭരണങ്ങൾ ധരിക്കാതെ, അഴിഞ്ഞ കവരി പോലും ബന്ധിക്കാതെ ഉദ്ധവനോടൊത്ത് പുറത്തു വന്നു. നഗരവീഥിയിൽ ആക്രന്ദന ഘോഷം. എല്ലാവരും വേദനിക്കുന്ന ഹൃദയവുമായി നടക്കുകയാണ്. ദ്വാരക അവർ കന്യമാകുന്നു. 7 പന്തീരാണ്ടുകൾക്ക് മുമ്പ് ജരാസന്ധനെ ഭയന്ന് മധുരയിൽ നിന്നും കടൽ തീരത്തേക്ക് പലായനം ചെയ്ത ജനത ഇതാ മറ്റൊരു പലായനത്തിന് തുടക്കം കുറിക്കുന്നു. ഐശ്വര്യത്തിന്റെ വിളനിലമായിരുന്ന ദ്വാരകയിൽ നിന്നും വരാനിരിക്കുന്ന കഠിന ദുരന്തങ്ങളിലേക്ക് അവർ നടന്നു തുടങ്ങി. കേശവപത്നിമാർ മഹാജ്യോതിഷുകൾ പോലെ, അഷ്ടൈശ്വര്യം പോലെ തെരുവിലേക്ക് നടന്നു. ദാരുകൻ കേശവന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു. കൊട്ടാരത്തിൽ അറയിൽ സ്വസ്ഥനായ ദാരുകനെ രപ്പുറപ്പിച്ചു. ആകാശം കറുത്തിരണ്ടു താണു വന്നു. മേഘത്തിനൊപ്പം കൊടുങ്കാറ്റുമെത്തി. അമ്പരചുംബികളായ മണിസൗധങ്ങൾക്ക് മേലാപ്പായി വർത്തിച്ച കൊടിക്കൂറകൾ പിഴുതെറിഞ്ഞ് കാറ്റ് താണ്ഡവമാടി. ഐശ്വര്യചിഹ്നങ്ങൾ കാറ്റിൽ പറന്നു നടന്നു. കൊടുങ്കാറ്റ് ദ്വാരകയുടെ താഴികക്കുടങ്ങൾ പറിച്ചെടുത്ത് അമ്മാനമാടി. എത്ര 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 ഗംഭീരമായ കാര്യങ്ങളായാലും അതിനെല്ലാത്തിനും ഒരു അവസാനമുണ്ടെന്നാണ് ഇവിടെ നമുക്ക് ഒരു ഗുണപാഠമായിട്ട് കാണിക്കുന്നത്. ദ്വാരകയിലുള്ള എല്ലാവരും ഒത്തുകൂടി. വിജയൻ മുമ്പേ നടന്നു. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ഒന്നിനു പിറകിൽ ഒന്നായി യാത്ര ആരംഭിച്ചു. അവർ വൻകരയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരുന്നു. 3 ഭാഗത്തു നിന്നും ഘോരമായ ശബ്ദത്തോടെ കടൽ തള്ളിക്കയറുവാൻ തുടങ്ങി. ലോകത്തിലെ ഏറ്റവും മനോഹര നഗരമായിരുന്ന ദ്വാരക, ആർക്കും വിരുന്നൊരുക്കിയിരുന്ന നഗരം, വിശിഷ്ടനായ കേശവന്റെ പാദസ്പർശം കൊണ്ട് പുണ്യത നേടിയ നഗരം, ആ നഗരം ഇതാ ഒരു ഓർമ്മ മാത്രമായി അവസാനിക്കുന്നു. നാശം ഒരിക്കലും ഒഴിവാക്കുവാനാവാത്ത സത്തയാണ് ദ്വാരകയെ നാശം ഗ്രസിച്ചിരിക്കുന്നു. ഐശ്വര്യത്തികവിൽ മതിച്ചിരുന്ന ദ്വാരകാവാസികൾ അഭയാർത്ഥികളായി അലമുറയിട്ട് നീങ്ങുന്നു. ഇതാണ് ഏവരുടെയും സ്ഥിതി. കണ്ടു കണ്ടഞ്ഞിരിക്കും ജനത്തിനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ഒരു സത്യമാണെന്ന് ഓർത്തു നോക്കൂ.
ദ്വാരകയിൽ എല്ലാ ജനങ്ങളും വൻകര ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പിന്നിലായി ഉദ്ധവൻ നിന്നു. ഉദ്ധവന് പിന്നാലെ ആഴിത്തിരമാലകൾ അലറി വന്നു. ഉദ്ധവന്റെ ഓരോ കാൽപ്പാടും കവർന്നെടുത്തുകൊണ്ട് കടൽ മുന്നേറി. കാറ്റ് ശക്തമായി. മഴയില്ലാതെ മിന്നൽ താണു വന്നു. സൂര്യൻ മേഘത്തിൽ മറഞ്ഞു. ഇരുട്ടെവിടെയും വ്യാപിച്ചു. പൊടുന്നനെ പെട്ടെന്ന് തന്നെ കടൽ ഇരച്ച് കയറി. എല്ലാവരും തിരിഞ്ഞു നോക്കി. കൊട്ടാരങ്ങളെ വിഴുങ്ങിക്കൊണ്ട് കടൽ കയറി വരികയാണ്. നുരയിട്ട് പതഞ്ഞ ഗോപുരങ്ങളെ അമ്മാനമാടി കടൽ മുടിയഴിച്ചിട്ട് തുള്ളുകയാണ്. വിശ്വകർമാവിന്റെ പൂർണ്ണ കരവിരുതിൽ പണിതുയർത്തിയ ദ്വാരക തകർന്നടിയുകയാണ്. മധുരയിൽ മതിച്ചു മനം മറന്ന് മാനം മുട്ട് അഹങ്കരിച്ച യാദവ സുന്ദരികൾ നിരാലംബരായി ദ്വാരകയുടെ തെരുവിലൂടെ വൻകരയിലേക്ക് ഓടി. അതാണ് അഹങ്കരിക്കാൻ പാടില്ല, അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളതിന് സാക്ഷിപത്രം. ഇതിൽ അധികം എന്ത് വേണം? വസുദേവരുടെ നിഴലായി ദേവകി ദുഃഖത്തിന്റെ ഉരുവമായി മന്ദം മന്ദം നടന്നു. ജീവിതം എന്തെന്ന് പറയുവാനാവാത്തൊരു ഗാഥയാണല്ലോ ഇരുപേർക്കും. സ്വസ്ഥമായി അന്ത്യം കഴിക്കാമെന്ന് കരുതിയതാണ്. പൊടുന്നനെ വന്ന മാറ്റം ഒരാകെ തകർത്ത് കളഞ്ഞു. പിടിച്ചു നിൽക്കുവാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോഴവര്. അവരുടെ പിന്നിൽ കേശവന്റെ 8 ഭാര്യമാരെ നടന്നു. നിശബ്ദരായി നിർവികാരരായി കേശവനെ ധ്യാനിച്ചു കൊണ്ടവർ നടന്നു. അവരുടെ മുമ്പിൽ സത്യം രൂപം കൊണ്ട രോഹിണിയും യാത്ര ചെയ്തു. ഉദ്ധവർ അപ്പോഴും ദ്വാരകയിൽ നോക്കി തെരുവിന്റെ മധ്യത്ത് നിൽക്കുകയായിരുന്നു. എല്ലാവരും നടന്ന് നീങ്ങി. ഗർഗാചാര്യന് പോയി കഴിഞ്ഞു. 3 വശത്തുനിന്നും തിരയടിച്ചാർത്തനായി അറഞ്ഞുറഞ്ഞ് കയറി വന്ന സമുദ്രം ദ്വാരകയുടെ ഐശ്വര്യത്തി കവാർന്ന തെരുവുകളെ ഗ്രസിച്ചു മുന്നേറിക്കൊണ്ടേയിരുന്നു. കേശവ, നിന്നോടൊപ്പം ദ്വാരകയും അന്തർധാനം ചെയ്യുകയാണ് ഭഗവാനെ. ജീവിതം അടുത്തെങ്കിലും നീ ഏൽപ്പിച്ച കർമ്മം ഞാൻ നിർവികാരനായി ചെയ്തു തീർക്കുകയാണ് കൃഷ്ണ. എങ്കിലും ദ്വാരകയുടെ രത്നഗോപുരങ്ങൾ തിരയുടെ ആഘാതത്തിൽ തകരുന്നത് കാണുമ്പോൾ മനസ്സ് വേദന കൊണ്ട് നുറുങ്ങുന്നു ഭഗവാനെ. നിയതിയുടെ നിർണയം എന്തെന്ന് ആരറിയുന്നു? മാധവ, ഞാനും വൻകരയിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഗോപാലരത്നം ഭുവനേകരത്നം ഗോപാങ്കന യൗവന ഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരദേവരത്നം ഭജാമഹേ യാദവംശരത്നം. ഉദ്ധവൻ ഇങ്ങനെ ചിന്തിച്ച് മന്ദം മന്ദം നടന്നു. ഉദ്ധവരുടെ പാദങ്ങളെ മുകർന്ന് കടലെത്തിക്കൊണ്ടിരുന്നു. ഉദ്ധവൻ നഗരത്തിന്റെ പുറംവാതിൽ കടന്നു. ഉദ്ധവന് വിഴുങ്ങുന്നില്ല. ഉദ്ധവൻ ഓരോ കാല് വെക്കുമ്പോഴും ആ കാലിന്റെ അടിയിലൂടെ കടൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭീകരമായ ഒരു ശബ്ദത്തോടെ ഗോപുരങ്ങൾ അടർന്ന് വീണു. ഭ്രാന്തി പിടിച്ച കടൽ ഗോപുരങ്ങളെ ഇളക്കിയെടുത്തു. സമ്മാനമാടുന്നു. സ്വർണ്ണ താഴികക്കുടങ്ങൾ തലകീഴായി മറിയുന്നു. വലിയ കൊട്ടാരങ്ങൾ അടിയോടെ ഇളകി തിരയിൽ ഉയർന്ന് ചിതറി പലതായി ഒഴുകി നടക്കുന്നു. ബലഭദ്രന്റെ കൊട്ടാരവും തകർന്നതോടെ കേശവന്റെ സൗധം മാത്രം തിരയിൽ ഉയർന്നു നിന്നു. ആകാശത്ത് മേഘങ്ങൾ കുറഞ്ഞു. സൂര്യന്റെ ചുവന്ന കതിരുകൾ പരവയിൽ പതിച്ചു. എന്തൊക്കെയോ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധവന്റെ കൊട്ടാരത്തിൽ ഗരുഡാങ്കിതമായ കൊടി അപ്പോഴും ഉയർന്നു പാറുന്നുണ്ടായിരുന്നു. കേശവന്റെ 8 പത്നിമാരും രേവതിയും വസുദേവരും ദേവകിയും ഉദ്ധവരും ഗർഗാചാര്യനും കടൽ ഉയരുന്ന കാഴ്ച നിർവികാരരായി നോക്കി. ആടിയുലഞ്ഞു മുടി ചിതറി കടൽ താണ്ഡവം നടത്തുകയാണ്. കേശവന്റെ കൊട്ടാരത്തിൽ ഒരാൾ മാത്രം അവശേഷിച്ചു, ദാരുകൻ. കൃഷ്ണന്റെ വാക്കുകൾ അതേപടി നടപ്പാക്കുകയായിരുന്നു ദാരുകൻ. കടൽ വരുന്നത് നോക്കിയിരിക്കുകയാണ് സാരഥി. കൊട്ടാരക്കെട്ടുകൾ ഉടച്ചുകൊണ്ട് സാഗരൻ കേശവന്റെ കൊട്ടാരത്തെ ഉലക്കുന്നത് അവൻ അറിഞ്ഞു. മരണം കടന്നെത്തുന്ന ഏകാന്ത നിമിഷങ്ങളിലെ നിർവികാരതയും ചൂടി അവനിരുന്നു. ആര്? എത്രയോ വർഷം ഭഗവാന്റെ സാരഥിയായി കൂടെ ഉണ്ടായിരുന്ന ദാരുകൻ. കേശവന്റെ രൂപം മാത്രം ആ മനസ്സിൽ നിറഞ്ഞു. ചുണ്ടുകൾ കേശവനാമം ജപിച്ചു. നാരായണ 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 നാരായണ. എല്ലാ കൊട്ടാരങ്ങളും മാളികകളും ജലത്തിനടിയിലായി. കേശവന്റെ 7 നില മാളികയുടെ സ്വർണ്ണത്താഴികക്കുടം മാത്രം ജലപ്പരപ്പിന് മുകളിൽ അവശേഷിച്ചു. പെട്ടെന്നൊരു തേജോഗോളം ആ താഴികക്കുടത്തിൽ നിന്നും ഉത്ഭവിച്ചു അനന്തതയിൽ ലയിച്ചു. ദാരുകനും സമുദ്രത്തട്ടിൽ വിലയം കൊണ്ടു. സ്വർണ്ണത്താഴികക്കുടത്തെയും മുക്കുവാൻ സമുദ്രം ഉയരുകയാണ്. എല്ലാം ഉള്ളിൽ ഒതുക്കുവാനുള്ള വിഭ്രമമാണ് സാഗരത്തിന്. ക്രമേണ തങ്കത്താഴികക്കുടവും ജലപാളികൾ ഉള്ളിൽ ഒതുക്കി. ദ്വാരകയ്ക്കെന്നും ശ്രേയസ് നൽകിയിരുന്ന സ്വർണ്ണക്കൊടിക്കൂറ ചാഞ്ഞ്
ചരിഞ്ഞ് ജലത്തിൽ പതിച്ചു. സമുദ്രം കൊടിക്കൂറെ ഓളത്തിൽ മന്ദം മന്ദം മുലച്ചു. ദ്വാരകയുടെ സ്ഥാനത്ത് നീലസമുദ്രം മാത്രം. വൻകരയിൽ ഈ കാഴ്ച നോക്കി നിന്നുടെ ഹൃദയസ്പന്ദനമായ ദ്വാരക മാറി. കാലം കടഞ്ഞു നൽകിയ കനകശില്പം കാലം തന്നെ ഏറ്റുവാങ്ങുകയാണ്. കാറ്റടങ്ങി, കടലിന്റെ ആരവവും അടങ്ങി, ശാന്തി മാത്രമായി എവിടെയും. അങ്ങനെയുള്ളൊരു രംഗം. ഭൂലോകനാഥന്റെ ഭൗതിക രൂപവും ദ്വാരകയും പ്രപഞ്ച തിരശ്ശീലയിൽ മറഞ്ഞു. ദ്വാരക കടലിൽ അലിഞ്ഞു ചേരുന്നത് കണ്ട് നിന്നവരുടെ കൺകോണിൽ വേദനയുടെ മുത്തുകൾ പൊടിഞ്ഞു. വിജയനെല്ലാം ഉള്ളിൽ ഒതുക്കി നിന്നെങ്കിലും ആ കവിളുകൾ മനസ്സിൽ നടക്കുന്ന സംഘർഷത്തെ വിളിച്ചറിയിച്ചു. വിങ്ങി 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 പൊട്ടുകയാണ് വിജയൻ. അതായത് പാർത്ഥസാരഥിയായി നടന്ന ഭഗവാൻ എങ്ങനെ പാർത്ഥൻ ഓർക്കാതിരിക്കും? ഓരോരോ കാര്യത്തിലും തുണയായി, വിളക്കായി കൂടെ നടന്ന ആ ഭഗവാനെ എങ്ങനെ പാർത്ഥൻ മറക്കും? ഐശ്വര്യം ചക്രക്കാല് പോലെയാണെന്ന കേശവന്റെ വാക്കുകൾ അവരോർമ്മിച്ചു. ഒരിക്കലും ഐശ്വര്യം സ്ഥിരമാകുന്നില്ല, പൂർണ്ണത നേടുന്നതുമില്ല. വൻകരയിൽ ഒറ്റ ഗോപുരങ്ങൾ പോലെ എല്ലാവരും നിർവികാരരായിരുന്നു. ആ രാത്രി എല്ലാവരും സമുദ്രക്കരയിൽ കഴിഞ്ഞു. പ്രഭാതമായി. അർജുനൻ യാദവ സ്ത്രീകളെ പ്രഭാസക്കരയിൽ കൊണ്ടുപോയി കഴുകന്മാർ കൊത്തിവലിക്കുന്ന യാദവ വീരന്മാരെ കാണിച്ചു കൊടുത്തു. സ്ത്രീകൾ ആർത്തലച്ച് ആലോലം നിലവിളിച്ചു. തങ്ങളുടെ പ്രേതവന്മാർ മധുരയുടെ ലഹരിയിൽ മതമിളകി തമ്മിൽ തല്ലി തകർന്നു കിടക്കുന്നതവർ വേദനയോടെ നോക്കുന്നു. അസഹ്യമായ ദുർഗന്ധത്താൽ ഏറെ നേരം നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളും മോഹങ്ങൾ ഒഴിഞ്ഞ മനസ്സുമായവർ വീണ്ടും സമുദ്രക്കരയിലെത്തി. മരിച്ചവർക്ക് വേണ്ടിയുള്ള അനന്തര കർമ്മങ്ങൾ ഗർഗാചാര്യന്റെ നേതൃത്വത്തിൽ നടന്നു. എല്ലാം കഴിഞ്ഞ ശേഷം ആചാര്യൻ നിശബ്ദം ഹിമതടത്തിലേക്ക് തപസ്സിനായി യാത്രയായി. അദ്ദേഹവും പോയി. അദ്ദേഹത്തിന് ഇവിടെ കാര്യമില്ലല്ലോ. വസുദേവരും ദേവകിയും ആചാര്യനെ അനുഗമിച്ചു. ഉദ്ധവരെ രാത്രിക്ക് ശേഷം ആരും കണ്ടതുമില്ല. കേശവന്റെ 8 പത്നിമാരും രേവതിയും പ്രഭാതത്തിൽ തന്നെ കുളിച്ചികരനായി വന്ന് ചിതകൂട്ടി അതിൽ ശരീരം ത്യജിച്ചു. എല്ലാവരും ആ കാഴ്ച നോക്കി നിന്നു. മധ്യാഹ്നമായി. വിജയൻ ബാക്കി വന്ന യാദവ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും കൂട്ടി ഹസ്തിനാപുരത്തിലേക്ക് യാത്രയായി. ആയാസപൂർണമായിരുന്നു ആ യാത്ര. മനോദുഃഖത്താലും കായക്ലേശത്താലും വിവശരുമായ അഭയാർത്ഥികളടങ്ങുന്ന ആ സംഘത്തെ അർജുനൻ മുന്നോട്ട് നയിച്ചു. ആദ്യ ദിവസം തന്നെ ആ യാത്രാസംഘം പഞ്ചന്തത്തിലെത്തി. പശുക്കളും ധാരാളം ധാന്യങ്ങളും ജലവുമുള്ള സ്ഥലം നോക്കി അഭയാർത്ഥി സംഘം അവിടെ വിശ്രമിച്ചു. കാനനവാസികളും സംസ്കാരവിഹീനരുമായ ദസ്യുക്കൾ ഈ യാത്രാസംഘത്തെ കണ്ടു. അർജുനനെ അവർക്കറിയാം. പാണ്ഡവരിൽ മധ്യമൻ, ശസ്ത്രാസ്ത്ര സമർത്ഥൻ. പക്ഷെ ഇപ്പോൾ അവൻ ഒറ്റയ്ക്കാണ്. സ്ത്രീകളും സമ്പത്തുമുള്ളൊരു യാത്രാസംഘത്തെയാണ് മുന്നിൽ കിട്ടിയിരിക്കുന്നത്. ഈ അവസരം പാഴാക്കിക്കൂടാ. ആക്രമിച്ചാൽ സമ്പത്ത് കിട്ടും, മാത്രമല്ല സ്ത്രീകളെയും കിട്ടൂലേ? കിട്ടും. ഇങ്ങനെ ചിന്തിച്ച് ദസ്യുക്കൾ സിംഹനാദം മുഴക്കി വന്നു. കൊള്ളക്കാരാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അർജുനൻ ഒന്ന് ചിരിച്ചു. സ്ത്രീകൾ ഭയന്ന് നിലവിളിച്ചു. കുട്ടികൾ ചിതറി ഓടി. വിജയൻ അവരെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും കൊള്ളക്കാർ അടുത്തെത്തി. പാർത്ഥൻ പറഞ്ഞു, ഘോരമായ ഒരു ആദിക്കടൽ കടന്നാണ് ഞങ്ങൾ വരുന്നത്. ഇവർ യാദവ സ്ത്രീകളാണ്, ദ്വാരകയിലുള്ളവരാണ്. ഇപ്പോൾ യുദ്ധം ചെയ്യുവാൻ തക്ക മനസ്സല്ല എനിക്കും. അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോവുക, അതാണ് നല്ലത്. ജീവനിൽ കൊതിയില്ലാത്തവർ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് വിരോധവുമില്ല. ദസ്യുക്കൾ വിജയന്റെ വാക്കുകളൊന്നും ചെവിക്കൊണ്ടില്ല. വിജയനിപ്പോ ആയിരിക്കും വിലയില്ല. അവർ ആർത്തടുത്തു. സമ്പത്ത് കൊള്ളയടിച്ചു. സ്ത്രീകളെ ബലാത്കാരമായി സ്വീകരിച്ചു. ആക്രന്ദനങ്ങൾ ഉയർന്നു. വിജയൻ പെട്ടെന്ന് ഗാണ്ഡീവം എടുത്തു. പക്ഷേ അതിൽ ഞാൻ ബന്ധിക്കുവാൻ കഴിയുന്നില്ല. ഇത് കണ്ട ദസ്യുക്കൾ കൂവിയാർത്തു. അവർ വർദ്ധത വീരരായി. അക്രമങ്ങൾ തുടരുന്ന രംഗം. ഇതിനിടയിൽ അർജുനൻ വല്ലവിധവും ഗാണ്ഡീവം ബന്ധിച്ചു. പക്ഷേ ഒരസ്ത്രവും ഓർമ്മ വന്നില്ല. പാർത്ഥൻ വിയർത്തു. ശിരസിൽ കരം വെച്ച് ഒരു കാര്യം വിജയന് ബോധ്യമായി. മേനേ കൃഷ്ണാനുകമ്പിതം. ഇതെല്ലാ ഉയർച്ചക്കും കാരണം ആ ഭഗവാനായിരുന്നു. പാർത്ഥസാരഥിയായിട്ട് എന്നോടൊപ്പം കൃഷ്ണ അത് ചെയ്, കൃഷ്ണ ഇത് ചെയ്യുന്ന പറഞ്ഞ് ഞാൻ
വെറും ഒരു സാധാരണക്കാരനാക്കി വെച്ച ഭഗവാനായിരുന്നു മേനെ കൃഷ്ണാനുകമ്പിതം. എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം അദ്ദേഹമായിരുന്നു എന്ന് ബോധ്യം വന്നു. ദിവ്യാസ്ത്രങ്ങൾ തന്നെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. മാധവൻ പോയതോടെ വിജയന്റെ ശക്തിയും ചോർന്നിരിക്കുന്നു. കുരുക്ഷേത്ര രണാങ്കണത്തിൽ അരിനിരകളിൽ മരണം വിതച്ച മഹായോദ്ധാവിത നിസ്സാരനും നിസ്സഹായനുമായിരിക്കുന്നു. ഒരുവിധം ഗാണ്ഡീവത്തിൽ നിന്നും അർജുനൻ സാധാരണ അസ്ത്രങ്ങൾ അയച്ചു. അതെല്ലാം ദസ്യുക്കൾ വടികൊണ്ട് തടുത്തു. അവരെ പിന്തിരിപ്പിക്കാൻ അർജുന് കഴിഞ്ഞതുമില്ല. ദൈവഹിതമോർത്ത് വിജയൻ മുഖം കുനിച്ചു നിന്നു. പ്രതാപശാലിയായ പാർത്ഥൻ നോക്കി നിൽക്കെ സുന്ദരിമാരായ യാദവ സ്ത്രീകളെ ദസ്യുക്കൾ കൊണ്ടുപോയി. വിഷാദത്തോടെ നിന്ന പാർത്ഥന്റെ മുമ്പിൽ വ്യാസമുനി എത്തി. മുനി പറഞ്ഞു, കുഞ്ഞെ, വിഷാദമരുത്. എല്ലാ പ്രതാപങ്ങൾക്കും ഒരിക്കൽ അന്ത്യമുണ്ട്. നിന്റെ പരാജയം അതാണ് കാണിക്കുന്നത്. കേശവൻ പോയതോടെ നിന്റെ കാലവും അവസാനിക്കുകയാണ്. ഇനി നിങ്ങളും വനവാസം സ്വീകരിക്കണം. ഈ സ്ത്രീകളെ കാട്ടാളന്മാർ കൊണ്ടുപോയതിൽ ദുഃഖിക്കുക വേണ്ട. ഇവരെ അഗസ്ത്യമുനി ശപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആകൃതി കണ്ട് ഒരിക്കൽ ഇവർ പരിഹസിച്ചുത്രേ. അന്ന് മുനി ഇങ്ങനെ ശപിച്ചു, ദസ്യുക്കളുടെ ഗൂഢഭാര്യമാരായി തീരട്ടെ എന്ന്. അതാണ് ഇങ്ങനെ സംഭവിച്ചത്. വിഷാദം കളഞ്ഞ് ബാക്കിയുള്ളവരെയും കൂട്ടി നീ ഹസ്തിനാപുരിയിലേക്ക് പോയാലും. പ്രാർത്ഥന സമാധാനമായി. വിജയൻ ബാക്കിയായ യാദവ സ്ത്രീകളെയും കൂട്ടി ഹസ്തിനാപുരത്തേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹത്തെ പരിഹസിക്കാത്ത സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, അവരെ ദസ്യുക്കൾ കൊണ്ടുപോയില്ല. ഹിമതടത്തിൽ ഗംഗയുടെ കരയിൽ ഗർഗൻ തപസ് ചെയ്തു. സായാഹ്നങ്ങളിൽ ദേവദാരു മരങ്ങൾ പൂത്തു മണം വിതറുമ്പോൾ ഗർഗൻ കഴിഞ്ഞുപോയ കഥകളിലേക്ക് മനസ്സുകൊണ്ട് നടന്നു പോകും. കേശവയുഗം അവസാനിക്കുകയായി. മണ്ണിന്റെ മാറിൽ ഒരുമയാർന്ന സത്യങ്ങൾ വിരിയിച്ച കണ്ണന്റെ ഭൗതിക കർമ്മങ്ങൾ അവസാനിച്ചു. മനുഷ്യന്റെ മനസ്സുകൾ ഇനിയുള്ള കാലം പൂർണ്ണതയോട് വ്യാഖ്യാനമായി കണ്ണൻ ജീവിക്കും. ഭൂമിദേവിയുടെ വേദന അറിഞ്ഞു വന്ന പൂർണ്ണ പുരുഷനായിരുന്നു മാധവൻ. കാലകാലങ്ങളെ ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ചവനായിരുന്നു. യാഥാർത്ഥ്യവും നിഷ്കളങ്കതയും പൊരുത്തപ്പെടുത്തിയ ധിഷണാചാര്യായിരുന്നു. ഗർഗൻ ചിന്തിച്ചു, ഇതുപോലൊരു പൂർണ്ണ പുരുഷൻ ഇനിയും ജനിക്കുമോ? കർമ്മസാക്ഷ്യം ധർമ്മസാക്ഷ്യമായ മാധവനെ പോലൊരു സത്യം ഇനിയും ജന്മം കൊള്ളുമോ? ഇല്ല, ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. സമത്വം സ്ഥാപിക്കുവാൻ ഒരു പട്ടണം അദ്ദേഹം പടുത്തുയർത്തി. മദ്യവും അഹങ്കാരവും ഐശ്വര്യം കൊണ്ട് ഉയർന്നപ്പോൾ ലോകത്തിന്റെ അടിസ്ഥാന നാശം എങ്ങനെയെന്ന് ആ നഗരനാശത്തിലൂടെ കാണിച്ചു കൊടുത്തു ഭഗവാൻ. മാധവ, ഈ ക്ഷിതിക്ക് ഇനിയും സ്ഥിതി സമത്വം വേണം. അങ്ങനെ എന്താണ് എഴുന്നള്ളുക? ഗർഗന്റെ ചിന്തകൾ അദ്ദേഹത്തിന് തന്നെ ഒരു രസമായി തോന്നി. മൂടൽമഞ്ഞ് ആശ്രമത്തെ പൊതിഞ്ഞപ്പോൾ ഗർഗൻ തപസ്സിൽ നിന്ന് എഴുന്നേറ്റു. മഞ്ഞടരുകളിൽ നിന്നും പെട്ടെന്നൊരു നീലപ്രകാശം ഉദിച്ചു. അശരീരി പോലെ ഒരു ശബ്ദം ഇങ്ങനെ പ്രവചിച്ചു, ആചാര്യ, ഞാൻ എങ്ങും പോയിട്ടില്ല. എൻ്റെ പുഞ്ചിരി ഊന്നിലാവിൽ അങ്ങേക്ക് കാണാം. എൻ്റെ നയനങ്ങൾ നിഷ്കളങ്കരായ ജീവികളുടെ കണ്ണുകളിൽ അങ്ങേക്ക് കാണാം. എൻ്റെ കാൽച്ചിലമ്പൊലി സത്യത്തിൻ്റെ നാദമായി അങ്ങേക്ക് തിരിച്ചറിയാം. ആചാര്യ, ഞാൻ എവിടെയും നിറഞ്ഞു നിൽക്കുന്നു. എന്നിൽ നിന്നും വ്യതിരിക്തമായി ഒന്നുമില്ല. ഞാനാണ് ആദിയും അന്ത്യവും. ഞാനാണ് പൂർണ്ണ മനുഷ്യൻ. ഈ യുഗവും വരുന്ന യുഗങ്ങളും എന്നും വരാനിരിക്കുന്ന എല്ലാ സത്യവും എൻ്റേത് മാത്രമായിരിക്കും ആചാര്യ. മന്ദം മന്ദം ആ ശബ്ദം അകന്നുപോയി. തൊഴുകരങ്ങളോടെ ഗർഗൻ തപസ്സിൽ മുഴുകി. പോകുന്നതിന് മുമ്പ് ആ ശബ്ദം ഒന്നുകൂടി പറഞ്ഞു, ഞാനാണ്. ഭാഗവതത്തിലെ ഓരോരക്ഷരവും ഞാൻ തന്നെയാണ് ആചാര്യ. ഞാൻ അക്ഷരസ്വരൂപിയായിട്ട് മഹാഭാഗവതത്തിൽ ലയിച്ചു കഴിഞ്ഞു ആചാര്യ. സങ്കടം വേണ്ട കേട്ടോ. ഒന്നും കൂടി പറഞ്ഞിട്ടാണ് ആ ശബ്ദം അകന്നകന്നു പോയത്. വിരജാനദിയുടെ സിതസൈകതം നിത്യാഹ്ലാദത്തിൽ തുടിച്ചു നിന്നു. ഭൂമിയിലെ കർമ്മകാണ്ഡം ധർമ്മകാണ്ഡമാക്കിയ ഗോലോകനാഥന്റെ ലൗകിക ഭാവം അടർന്നുപോയി. ചന്ദ്രാനനും സഖിമാരും ആനന്ദ നൃത്തം തുടങ്ങി. ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ ഉരുത്തിരിയുന്ന ആനന്ദ നൃത്തം. വിരജയുടെ തടത്തിൽ നിൽക്കുന്ന വടവൃക്ഷത്തിന്റെ പർണങ്ങൾ ജീവരസമുള്ള ഇളങ്കാറ്റിൽ തുടിച്ചു നിന്നു. പൊന്തും മുടികളാൽ ഗോവർദ്ധനം നടനം നോക്കി നിന്നു. പെട്ടെന്ന് പാഞ്ചജന്യം ഉയർന്നു. പൗർണമി പോലെ തെളുതലയിൽ പ്രകാശം പരന്നു. അഭൗമമായ പീതാംബരദീപ്തി തുടിച്ചു നിന്നു. നിത്യാനന്ദത്തിന്റെ നിർമ്മലപ്രഭയും നിരുപമ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയും വിരജയുടെ തടത്തിൽ നിറഞ്ഞു. 1000 തലയുള്ള ആദിശേഷൻ ഉണർന്നു. വാക്കുകൾ കൊണ്ട് പറയുവാനാവാത്ത നിരുപമ സുഷമ
ആദിശേഷന്റെ മടിത്തട്ടിൽ ഉണർന്നു. സൗവർണകാന്തി വർഷിക്കുന്ന തേജോപുഞ്ചം ഇന്ദ്രനീലവർണ്ണം ചൂടി വിളങ്ങി. ഇതാണ് പൂർണ്ണോദയം, അറിവിന്റെ നിറമായ കർമ്മോദയം. മനുഷ്യ മനസ്സ് പൂർണ്ണ സത്യം കണ്ടെത്തേണ്ടുന്ന ജ്ഞാനോദയമാണിത്. നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ആ പൊന്നുതമ്പുരാന്റെ കഥ നമുക്ക് വീണ്ടും തുടരാം ഗർഗഭാഗവതത്തിലൂടെ. നാളെ മുതൽ ഗർഗഭാഗവതത്തിലൂടെ ഭഗവാന്റെ കഥ തുടർന്നുകൊണ്ടേ അനന്തമാണ് ഭഗവാന്റെ കഥ. അത് തീരുന്നില്ല. നമുക്ക് ആയുസ്സും ആരോഗ്യവും ഉള്ള കാലത്തോളം ഭഗവാന്റെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കാം. സജ്ജനങ്ങളെ, തൽക്കാലം എല്ലാവർക്കും വിടാം. നാളെ ഒരു പുതിയൊരു കഥയുമായിട്ട് നാം വരുന്നതാണ്.